റെഡിയാണോ? ഓക്കെ, അപ്പൊ തുടങ്ങാം. ധാരാളം പുതിയ കുട്ടികളുണ്ട്. അപ്പോ പുതിയ ആളുകള് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്ലാസ് ആണ്, അപ്പൊ മനസ്സിലാക്കാനൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. സാരമില്ല, പിന്നീട് അത് ശരിയാക്കാം. പിന്നെ CBSE സ്റ്റുഡൻസിന് ഒരു പ്രത്യേക പാറ്റേൺ ആണ്. അവർക്ക് നവംബറിലാണ് എന്ന് തോന്നുന്നു. 2 ടേം ആയിട്ടാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. 2 ടേം ആയിട്ടാണ്, ടേം 1 ടേം 2. +2 അങ്ങനെയാണ്. +1 അങ്ങനെയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഇല്ല. പക്ഷെ എങ്കിലും ടേം 1 എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെ ചാപ്റ്റർ ആണ് എന്ന് നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതൊക്കെ ഒന്ന് നന്നായി CBSE കുട്ടികൾ ശ്രദ്ധിക്കാം. പിന്നെ CBSEയുടെ +2 പറയുന്നത് MCQ കേസ് സ്റ്റഡിയുമാണ്. +2 നവംബറിൽ ബോർഡ് എക്സാം ആണ്. +2കാർക്ക്. അപ്പോ CBSE സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, +2 പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്സാം കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ്. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ 5 മാർക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും അപ്പൊ അതിനകത്ത് ഉണ്ടാവില്ല. MCQ ആണ്. MCQ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നല്ലൊരു സബ്ജക്ട് ഡെപ്ത് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കുന്ന ശൈലി അത് തന്നെയായിരിക്കണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ? നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ ശൈലി അത് തന്നെ നമ്മൾ ഉപയോഗിക്കണം. ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിലും ഡിസൈനിങ്ങിലും ഒക്കെ അത്യാവശ്യം നല്ല മാറ്റമുണ്ട്. പക്ഷെ ടേം 2 പഴയ പോലെ തന്നെ ആയിരിക്കും. ടേം 1 +1 എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയത്തില്ല. +2 ഈ പറയുന്ന പോലെ നവംബർ മാസത്തില് MCQയും കേസ് സ്റ്റഡിയും കൂടിയിട്ടാണ്. കേസ് സ്റ്റഡി പ്രോബ്ലംസ് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങള് ഒരു കഥാരൂപത്തിലൊക്കെ തന്നിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. ഓപ്ഷൻസും ഉണ്ടായിരിക്കും. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് നമ്മളുടെ എന്താ പറയാ, പ്രാക്ടിക്കൽ നോളേജ്, പ്രാക്ടിക്കലി അത് എങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് CBSE കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒരു ഫ്രണ്ട്ലി എക്സാം ആണ്. കുറച്ചും കൂടി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒക്കെ കുറച്ച് റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും CBSE അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് യാതൊരുവിധ ടെൻഷന്റെയും ആവശ്യകത ഇല്ല. കാരണം ഒരു 2-3-5 വർഷം മുമ്പൊക്കെയാണ് CBSE നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് കുട്ടികളെ വട്ടം കറക്കിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് CBSE ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പൊ സ്റ്റേറ്റുകാർക്ക് ഇപ്പൊ സംശയം ഉണ്ടാവും, ഞങ്ങള് ഇപ്പോ മൊത്തം പ്രശ്നക്കാരാവോ? ഏറ്റവും എളുപ്പം സ്റ്റേറ്റ് തന്നെയാണ്. പക്ഷെ സ്റ്റേറ്റിൽ പഠിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഫുൾ A+-ലല്ല കാര്യം, സബ്ജക്ട് ഡെപ്തിലാണ് കാര്യം. എപ്പോ എഴുതിയാലും ഫുൾ A+ നിങ്ങൾക്ക് ലഭ്യമാകും. അതുകൊണ്ട് അത് വലിയ വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഫുൾ A+-നേക്കാൾ ഉപരിയായിട്ട് നല്ല രീതിയിൽ സബ്ജക്ട് ഡെപ്ത് സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികൾ നേടിയെടുക്കണം. കാരണം ഇപ്പൊ സ്റ്റേറ്റിൽ പഠിച്ചാലും CBSE പഠിച്ചാലും ISC പഠിച്ചാലൊന്നും മാർക്കൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. പഠിക്കണ കുട്ടികൾക്ക് സ്റ്റേറ്റിൽ പഠിച്ച ചിലപ്പോൾ 100% ഉണ്ടാവും, അല്ലെങ്കിൽ 99 ഉണ്ടാകും. ISC പഠിച്ചാലും കിട്ടും. നമുക്ക് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അപ്പോൾ 97% അവർ നൽകുന്നുണ്ട്. അപ്പോ മാർക്ക് ഏത് സിലബസിലും മാർക്ക് ഒരു വിഷയമാക്കി ദയവായി നിങ്ങൾ മാർക്കിന്റെ പുറകെ പോകാതിരിക്കുക. സബ്ജക്ട് ഡെപ്ത്, ഇപ്പൊ 90 മാർക്ക് കിട്ടിയുള്ളൂ, കുഴപ്പമില്ല. സബ്ജക്ട് ഡെപ്ത് ഉണ്ടോ? മതി. അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ ഒരു ദിവസം നമുക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്ന് കരുതി നമ്മൾ തകർന്നൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് നല്ല അറിവുണ്ടോ? അത്രേ ഉള്ളൂ. അല്ലാതെ A+ തന്നെ 100 തന്നെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഏത് സിലബസിലാണോ നിങ്ങൾ പഠിക്കുന്നത് ആ സിലബസിലെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അപ്പൊ നമ്മൾ തുടങ്ങാണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ ശ്രദ്ധിക്കാം. ഓക്കെ, ശ്രദ്ധിക്കാം. എഴുതിക്കോളൂ കേട്ടോ, നോട്ട് എഴുതിക്കോളൂ. ശ്രദ്ധിക്കാം. നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. Draw the graph of the function f from r tends to r. Draw the graph of the function f from r tends to r defined by f of x equal to
defined by f of x equal to x cube. Defined by f of x equal to x cube. X belongs to R എന്നതാണ്. X belongs to R. Draw the graph of the function f from R tends to R defined by f of x equal to x cube. X belongs to R. അശ്വന്ത് എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഗ്രാഫ് കൈകാര്യം ചെയ്യുക? അശ്വന്ത് വേണു വീഡിയോ ഓൺ ആക്കണം. വീഡിയോ ഓൺ ആക്കുക അശ്വന്ത്. യെസ് സർ, വീഡിയോ ആണ്. ഓക്കെ, പറഞ്ഞോ മോനെ, എങ്ങനെയാണ് മോൻ ഇത് കൈകാര്യം ചെയ്യാ? എങ്ങനെയാണ് കൈകാര്യം ചെയ്യാ? അശ്വന്ത് സർ പറഞ്ഞോളൂ. എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക? ഈ ഗ്രാഫ് അശ്വന്തിന്റെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ വരയ്ക്കും എന്നാണ് അശ്വന്ത് പറയുന്നത്. പറയും മോനെ, മോന് പറയാൻ പറ്റും, പറഞ്ഞോ. ഐഡിയ? ഒരു ഐഡിയ ഇല്ല എന്റെ പൊന്നെ, അങ്ങനെ പറയരുത്. ഒരു ഐഡിയ ഇല്ലാന്ന് പറയരുത്. ഒന്ന് ആലോചിക്കാൻ പറ്റുമോ അശ്വന്തിന്? ആലോചിക്കാൻ പറ്റുമോ അശ്വന്ത്? ആലോചിച്ചോ. ദെൻ ശിവപാർവതി. ശിവപാർവതി ശിവപാർവതി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ശിവപാർവതി? ഇല്ല സാർ. സാറില്ല സാറില്ല. ഐഷ, ഐഷ വീഡിയോ ഓണാക്കി അങ്ങോട്ട് കാണട്ടെ. ഇഷ, എനി ഐഡിയ? എനി ഐഡിയ അബൌട്ട് f of x equal to x cube? ഐഷ. അവന്തിക. ഓക്കെ ഓക്കെ. അവന്തിക സുമോസ്. യെസ് സർ. അവന്തിക ഒന്ന് പറഞ്ഞു കൊടുത്തേ പിള്ളേർക്ക്. അറിയില്ല. അമ്പോ. പവിത്ര കെ പി ഒന്ന് പറയാം. പവിത്ര എന്തായാലും പറയും, ഉറപ്പാണ് പവിത്ര പറയുന്നത്. അല്ല, മോളുടെ ഐഡിയ ആണ് പറയണത്. ഞാൻ അങ്ങനെ മനഃപൂർവ്വം ക്ലാസ് എടുക്കുന്ന കേട്ടോ. ഇപ്പൊ ഇത് എനിക്ക് വരയ്ക്കാറിയാണ്ടല്ല, ഞാനിങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്കത് കേൾക്കുമ്പോ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. പവിത്ര കെ പി പറഞ്ഞോളൂ. മോളെ കാണാൻ പറ്റുന്നില്ല, ക്യാമറ കറക്റ്റ് ആയിട്ടല്ല മോള് വെച്ചിരിക്കുന്നത്. പറഞ്ഞോളൂ പവിത്ര. മോളെ കേൾക്കാമോ പവിത്ര? മോളത് പറഞ്ഞ് എങ്ങനെയാണത് വരയ്ക്ക എന്നൊന്ന് പറഞ്ഞാൽ മതി. ശില, പവിത്ര? അറിയില്ല സർ. ജയശങ്കർ വന്നിട്ടുണ്ടോ? ജയശങ്കർ എസ് മേനോൻ. നമ്മുടെ ഒരാള് പറയൂല, എന്തായാലും പറയും. ആ കുട്ടിക്കാണെങ്കിൽ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ജിസ്മി, പറഞ്ഞു കൊടുത്തേ കുട്ടികൾക്ക്. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് അല്ലേ? അപ്പൊ എഫ് ഓഫ് 1 വരുമ്പോ 1 ക്യൂബ് എടുക്ക, പിന്നെ 2 എഴുതുമ്പോ 2 ക്യൂബ്, 8, പിന്നെ 3 ക്യൂബ് 27. വെരി ഗുഡ്, വെരി ഗുഡ്. കാർട്ടീഷ്യൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്ത് പരിപാടി തീർക്കാം. അത്രേ ഉള്ളൂ. അശ്വന്ത്, അശ്വന്ത് എന്താ നീ പറയാണ്ടിരുന്ന? ഇത്ര സിമ്പിൾ കാര്യം എന്താ പറയാണ്ടിരുന്നേ? നമുക്ക് ഒരു ദിവസം നേരിട്ട് കാണാം കേട്ടോ അശ്വന്ത്. ഒരു ദിവസം നേരിട്ട് കാണാനുണ്ടെന്ന്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് നമ്മള് ഞാൻ നിങ്ങൾക്ക് ചോദ്യം തരുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. തെറ്റിയാലും ഇവിടെ ഒരു വിഷയമുള്ള കാര്യം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയാം. ആദിദേവ് ടി ജെ, ആദിദേവ് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ആദിദേവ്? ഈ എഫ് ഓഫ് എക്സിന് ഞാൻ ശ്രദ്ധിച്ചിരുന്നോളൂ ആദിദേവ്, അഭിനവൊക്കെ. എഫ് ഓഫ് എക്സിന് വൈ എന്ന് പേരിടാന്ന് പറഞ്ഞു അല്ലെ? വൈ ഈക്വൽ ടു എഫ് എക്സ്. എഫ് ഓഫ് എക്സിന് വൈ എന്ന് പേര്, ചുമ്മാ വൈ സേ ആണ് കേട്ടോ, അത് വൈ എന്ന് വിളിക്കാം. ഞാൻ ഇങ്ങനെ ഒരു ടേബിള് സെറ്റ് ആക്കാം. ടേബിള് എക്സ് വൈ എന്ന് മാറ്റി. എക്സ് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം. എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ 3 ഒക്കെ എടുത്താല് റിയൽ നമ്പർ, -3 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ -27 ഒക്കെ വരും. ഞാൻ ചെറുതീനെ തുടങ്ങുന്നുള്ളൂ. -1 0 1 2 -2 ഹോൾ ക്യൂബ് എത്രയാണ്? -2 ഹോൾ ക്യൂബ്. ആദിദേവ് ടി ജെ, -2 ഹോൾ ക്യൂബ് ഈക്വൽ ടു -8. എക്സലന്റ്. ഐഷയ്ക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? -2 ഹോൾ ക്യൂബ് ഈക്വൽ ടു -8. ഐഷ? Then -1 whole cube, -1 whole cube, -1 whole cube. Maria Varghese, -1 whole cube. Maria? Yes sir. Answer is -1 whole cube. Answer is 1. -1 whole cube. -1 whole cube. -1. Minha 0 cube. Yes sir. 0 cube. 0 തന്നെയല്ലേ? 0 അല്ല ആണ്. 1 cube 1, 2 cube 8. ഗ്രാഫ് ഒന്ന് വരച്ചേ, തന്നെ വരച്ചേ, എന്നിട്ട് ഞാൻ വരയ്ക്കാം. തന്നെ വരച്ചോ, ഗ്രാഫ് ഒന്ന് തന്നെ വരച്ച. എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിട്ട് കാണട്ടെ. ഞാൻ ഗ്രാഫ് വരയ്ക്കി. ഗ്രാഫ് വരയ്ക്കാൻ അറിയാലോ? നമ്പറൊക്കെ പ്ലോട്ട് ചെയ്ത് എങ്ങനെ വരയ്ക്കാൻ അറിയാലോ? വരച്ചോളൂ. ഞാൻ വരച്ചത് വേഗം വരച്ചോളൂ കേട്ടോ. ഗ്രാഫ് ഒന്ന് പോയിന്റ് ഒക്കെ പ്ലോട്ട് ചെയ്യാം. ഇവിടെ എക്സ് ആണ്,
y ആണ്, x ഡാഷ് ആണ്, y ഡാഷ് ആണ്. ഒന്ന് ഗ്രാഫൊക്കെ ഒന്ന് സെറ്റ് ആക്കാം കേട്ടോ. എല്ലാ കുട്ടികളും ഗ്രാഫൊക്കെ ഒന്ന് ഭംഗിയായി വരയ്ക്കാം. അഭിനവേയം ക്ലിയർ? അഭിനവേയം? യെസ് സർ. അഭിനവ് ടി വി, അതിഷ വി ജോഷി, ആദിത്യൻ AS, യെസ് സർ. അൽ അഫീഫ് സർ. യെസ്. നിങ്ങളുടെ പേര് എടുത്ത് ചോദിക്കുമ്പോ മറുപടി പറയാനായിട്ട് ശ്രമിക്കണം. അതോടൊപ്പം മറുപടി പറയാൻ പറ്റാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജെങ്കിലും അയക്കണം. വീഡിയോ ഓൺ ആക്കാൻ പറഞ്ഞാൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ പതിവ് പോലെ വീഡിയോ ഓൺ ആക്കുന്നുള്ളൂ. അത് മറ്റൊരു വിഷമത്തിന് ഇടവരുന്ന ഒരു കാര്യം. അൽ അഫീഫ് മോനെ വരച്ചു കഴിഞ്ഞോ കുട്ടാ? ഇല്ല സർ. വരയ്ക്കാൻ അറിയാമോ മോന്? വരയ്ക്കാൻ അറിയാമോ? എസ് ഓർ നോ? ഓക്കെ. ശ്രദ്ധിക്കാം, ഇത് ബോക്സ് എഴുതിയെടുക്കാം. ഈ ബോക്സിലുള്ളത് എഴുതിയെടുക്കാം. എക്സ് വൈ -2 ക്യൂബ് -8 -1 0 0 1 1 2 8 എന്നാണ് പറയുന്നത്. അപ്പോ ഞാൻ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ അറിയാത്ത കുട്ടികൾ ഇതിനകത്തുണ്ടെങ്കിൽ അവര് ഇത് എക്സ് ഡാഷ് വൈ ഡാഷ് 0 1 2 3 4 5 6 7 8 2 4 6 8 എടുത്താലും വിഷയമില്ല. -1 -2 -3 -4 -5 -6 -7 -8 -1 -2 -3 -1 2 3 4 5 6 7 8 -2 എന്ന് പറഞ്ഞപ്പോ -2ല് -8. അപ്പൊ -2 നേരെ ഇവിടെ -1 -1 0ന് 0 1ന് 1 2ന് 8 ഇനി 3 വെച്ചാൽ 27 4 ക്യൂബ് 64 അങ്ങനെ പോവാം. അപ്പൊ ഇത് നല്ല കറക്റ്റ് അളവെടുത്ത് വരച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു, ഞാനിവിടെ റഫ് സ്കെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇങ്ങനെ ഒരു ഫിഗർ. ഇതാണ് f(x)(x³ എന്ന് പറയുന്ന ഗ്രാഫ്. ക്യൂബിക് ഫംഗ്ഷന്റെ ഗ്രാഫ് എപ്പോ ചോദിച്ചാലും നമ്മളുടെ ഈ മനസ്സിനകത്ത് പതിഞ്ഞു കിടക്കണം. ഇങ്ങനെയായിട്ട് വരാം. ഞാൻ റഫ് സ്കെച്ച് കാണിക്കാം. ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ഡയഗ്രാം, ഇത് മനസ്സിനകത്ത് വരേണ്ട കേട്ടോ, ഇങ്ങനെ ഒരു ഡയഗ്രാം മനസ്സിനകത്ത് നിക്ഷേപിച്ച് വെച്ചേക്കാം. ഇതാണ് f(x)(x³ എന്ന് പറയുന്ന ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കറക്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാം. അളവെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതൊക്കെ റഫ് സ്കെച്ച് ആണെന്ന് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലാവാവുന്ന കാര്യങ്ങളൊന്നും. ഓക്കെ അല്ലേ? വരച്ചോളൂ. ക്ലിയർ അല്ലേ മക്കളെ? കഴിയുമ്പോ പറഞ്ഞോളൂ. അനുലക്ഷ്മി മണികണ്ഠൻ മോള് ഓക്കെ ആണോ മോളെ? വിഷയമൊന്നുമില്ല. മോളുടെ റിസൾട്ട് വന്നാ അനുലക്ഷ്മി? ഇല്ല സർ, വന്നിട്ടില്ല. എന്നാ വരാ? വല്ല പിടിയുണ്ടോ? ഈ ആഴ്ചയിൽ വരുന്നാണ് പറയുന്നത്. ഐഷ റിസൾട്ട് വന്ന? ഐഷ നോ സർ. ഫുൾ A+ അല്ല ഐഷ? അത് പറയാൻ പറ്റൂല, അറിയൂല. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എഴുതാം. ഇത് കഴിഞ്ഞില്ലേ മക്കളെ? കഴിഞ്ഞില്ലേ? ആദിദേവ് കഴിഞ്ഞില്ലേ മോനെ? അപ്പൊ എഴുതാം. പുതിയതായി വന്ന ആളുകൾക്കും ഇതും മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും എഴുതിക്കോളൂ. റാഷണൽ ഫംഗ്ഷൻ അടുത്ത പോയിന്റ് ആയിട്ട്. റാഷണൽ ഫംഗ്ഷൻസ് ആർ ഫംഗ്ഷൻസ് ഓഫ് ദ ടൈപ്പ്. Rational functions are functions of the type f(x) by g of x. 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 Rational functions are functions of the type f(x) by g of x, where f(x) by g of x, where f(x) and g of x, where f(x) and g of x are, where f(x) and g of x are, where f(x) and g of x are polynomial. f(x) and g of x are polynomial functions of x. Polynomial functions of x. Defined in a domain where g of x not equal to 0.
നമുക്ക് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജി ഓഫ് എക്സ് ഒരിക്കലും ഇതാകാൻ പാടില്ല അല്ലെ. ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. എഴുതാം. റാഷണൽ ഫങ്ഷൻസ് ആർ ഫങ്ഷൻസ് ഓഫ് ദ ടൈപ്പ് rational functions are functions of the type rational functions are functions of the type f of x by g of x f of x by g of x where f of x and g of x where f of x and g of x are polynomial functions of x defined in a domain where g of x not equal to 0 where g of x not equal to 0 where g of x not equal to 0. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. റാഷണൽ ഫംഗ്ഷൻ എന്താണെന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ഡിഫൈൻ ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ define the real valued function f from r minus 0 ഇങ്ങനെ എഴുതിയാൽ 0 ഉൾപ്പെടുത്തില്ല. കാരണം ഇപ്പൊ ഞാൻ 1/x ആണ് എനിക്കെങ്കിൽ 0 സെലക്ട് ചെയ്യാൻ പറ്റില്ല. 1/0 does not exist. അതുകൊണ്ടാണ് പറയുന്നത് 1/x ആണ് നമ്മൾ ഇപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. x എന്നിട്ട് റീഡിങ് കൊടുക്കും. അപ്പോ അവിടെ 0 ഇട്ട് കൊടുത്താൽ 1/0 എന്ന് പറഞ്ഞാൽ എന്താ? does not exist ആണ് വരിക. അപ്പോ ഡിഫൈൻ ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഫ്രം r minus 0 എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറിലെ 0 എടുക്കാതെ ബാക്കി എല്ലാവരെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. r minus 0 tends to r defined by f of x equal to 1/x defined by f of x equal to 1/x f of x ന് ഞാൻ y എന്ന പേരിട്ട് വിളിക്കും. f of x equal to 1/x. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫിക്കൽ ടേബിൾ ഒന്ന് സെറ്റ് ആക്കാണ്. റിയൽ നമ്പർ ആണ് r minus 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1/x ആണ് നമ്മൾ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിക്കുകയാണ്. x y here is a -2 1/-2 എന്ന് പറഞ്ഞാൽ -0.5 ആണ്. അത് -1.5 ഞാൻ എടുത്തു. 1/-1.5 becomes -0.67 -0.67 becomes -0.7. അവിടെ അടുത്തെടുക്കുന്നത് -1.1 -1 അങ്ങ് എടുത്തു. 1/-1 എടുത്തു. ഇവിടെ -0.5 എടുത്തു. -0.5 എന്ന് പറയുമ്പോൾ -0.5 becomes -2 -0.25 എടുത്തു. 1/0.25 എന്ന് പറഞ്ഞാൽ 4 ആണ് വരുന്നത്. അപ്പോൾ ഗ്രാഫ് അടുത്തെടുക്കുന്നത് 0.5 എടുത്തു. 0.5 1/0.5 2 ആണ് വരുന്നത്. 1/1 1 ആണ് വരുന്നത്. 1.5 again 0.67 0.67 ഇനി നമ്മൾ 2 എടുത്തു. 1/2 0.5 ചുമ്മാ ഒരു ഗ്രാഫ് ആണ് സ്പീഡിലാണ് വരച്ചു. ഒന്ന് വരച്ച് ഇത് വെച്ചിട്ട് ഒന്ന് വരയ്ക്കും. ഈ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഒന്നുമില്ല, ആ റീഡിങ്സ് കൊടുത്താൽ ആ ആൻസറുകൾ കിട്ടും. നിങ്ങൾക്കറിയാം 1/-2 -0.5 1/-1.5 -0.67 1/-1 -1 -0.5 1/-0.5 -1/0.25 4 1/0.5 2 1/1 1 1/1.5 0.67 1/2 0.5. ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ഗ്രാഫ് നേരത്തെ വരച്ച പോലെ അങ്ങ് വരച്ചേരെ. സംസാരിക്കൂ. വരച്ചു കഴിഞ്ഞോ മക്കളെ? ഓക്കെ, ഗ്രാഫ് വരച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗ്രാഫ് വരച്ചു കഴിഞ്ഞോ മക്കളെ? കഴിഞ്ഞോ? യെസ്. അപ്പൊ എങ്ങനെയാ കിട്ടിയേക്കണേന്ന് നോക്കാം. എങ്ങനെയാണ് ഗ്രാഫ് കിട്ടിയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഗ്രാഫിന്റെ ഒരു റഫ് സ്കെച്ച് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഗ്രാഫ് പോയിട്ടുണ്ടാവുക. ഇങ്ങനെയായിരിക്കും അതിന്റെ ഏകദേശ സ്കെച്ചാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെയായിരിക്കും. ഇവിടെ മുട്ടിയിട്ടില്ല കേട്ടോ, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്.
അവിടെ ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ റഫായിട്ട് വരച്ചു എന്നുള്ളൂ. ദെൻ അഭിരാം കിട്ടിയോ മോനെ? അഭിനവ് AM കിട്ടി. അഭിനവ് TV മിണ്ടുന്നില്ല. ആദിദേവ് TJ കിട്ടിയോ മോനെ? യെസ് ഓർ നോ? കിട്ടി. അതിഷ? ആദിത്യൻ AS? ഐഷ കിട്ടിയോ? വരയ്ക്കണുള്ളൂ. എന്താ വരച്ചോ വേഗത്തിൽ. അൽ അഫീഫ്? യെസ് സർ. അനഘ PS? അനഘ വരയ്ക്കണുള്ളൂ. ഏതാ? വരയ്ക്കണുള്ളൂ. ഓക്കെ. അനീന വി ഏഞ്ചൽ സ്റ്റീഫൻ? അനുലക്ഷ്മി മണികണ്ഠൻ? കിട്ടിന്നല്ലേ പറയണേ? അർജുൻ? അരുണിമ KK? അരുണിമ KS? അശ്വന്ത് വേണു? യെസ് സർ കിട്ടി. ഡൗട്ട്. ഗുഡ്. അവന്തിക സുമോദ്? സാറേ പറയണേ. ഒരു ഡൗട്ട്. പറഞ്ഞോ. ഇപ്പൊ X ആക്സിസ് ഇല്ലേ, അതിനകത്ത് 0.5ഉം 2ഉം വന്നില്ലേ? അപ്പൊ അത് അവിടെ ചെന്ന് നിക്കണ്ടേ ലൈനിങ്? സാറ് ഫുള്ള് വരച്ചു പോയില്ലേ മുകളിലേക്ക്? അല്ല, അത് ഞാനിപ്പോ റഫ് സ്കെച്ച് കാണിച്ചു എന്നുള്ളൂ. ഒരു ഡ്രോ ദ റഫ് സ്കെച്ച് ഞാൻ കാണിച്ചതാണ്, ഒരു റഫ് സ്കെച്ച്. ഓക്കെ. ദെൻ അവന്തിക ഞാൻ പ്ലോട്ട് ചെയ്തിട്ടില്ല, എങ്ങനെയായിരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അവന്തിക? ഐഷ? അഭയ് കൃഷ്ണ? അക്ഷയ്? ഭദ്ര PB? ചിന്മയി VS? ദേവിക ബിനോജ്? ദേവിക മിണ്ടുന്നില്ല. ഇദാൽ പ്രദീപ്? ഹരിത രതീഷ്? ഹസ്ന അൻവർ? ജയശങ്കർ മേനോൻ? ജയശങ്കർ നേരത്തെ ചോദിച്ചപ്പോ മറുപടി പറയാണ്ടിരുന്നു, കേട്ടില്ല. ജീവൻ K ഫിബി? ജീവൻ? ജിസ്നി ജോണി? ജിസ്ന? കൃഷ്ണ പ്രദീപ്? ഓക്കെ അല്ലേ മോളെ? കൃഷ്ണ പ്രദീപ് എന്ന് വരാൻ ലേറ്റ് ആയോ? ഉണ്ടായിരുന്നു. മോൾക്ക് ഏത് ചാപ്റ്റർ സ്കൂളിൽ എടുക്കുന്നത്? ഓക്കെ. ലക്ഷ്മി? ഓക്കെ. കൃഷ്ണ പ്രദീപ് ട്രിഗണോമെട്രി അപ്പോ എങ്ങനെയുണ്ട്? ഇപ്പോ ഏതാ എടുത്തേക്കണേ? ഫോർമുലാസ് ഒക്കെ എടുത്തോ? അടിപൊളിയല്ലേ? നല്ല എളുപ്പല്ലേ? പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ലല്ലോ. പഠിച്ചു കഴിഞ്ഞാ എഴുതി പഠിച്ചോളൂ കേട്ടോ. MS അഭിഷേക്? മരിയ ജെയിംസ്? മിൻഹ? മിൻഹയ്ക്ക് ഇപ്പൊ ഏത് ചാപ്റ്റർ എടുക്കണേ? എനിക്ക് റിലേഷൻസിന്റെ തന്നെയാണ്. നവീൻ ബിജു? നയന ബാബു? നിഖിൽ രാജ്? നിഷ? പാർത്ഥൻ? പവിത്ര KP? പൗർണമി പ്രദീപ്? ലേറ്റ് ആണോ ഒന്ന്? പൗർണമി ഉണ്ടായിരുന്നു അല്ലെ? റിമിത ഉത്തമൻ വരച്ചുണ്ടാവില്ല? റിമിതയൊക്കെ? റിസാന? സന? ശിവ പാർവതി? ശിവാനി മണികണ്ഠൻ? വസുദേവ് VM? വസുദേവ് വരച്ച? വിവേക് VS? വൃന്ദ ബാബു വരച്ചോ? ഓക്കെ. അപ്പോ അടുത്ത നമ്മള് ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് എങ്കിലും ഒന്ന് പറയാണ്. ദി മോഡുലസ് ഫംഗ്ഷൻ അല്ലെ? നമ്മൾ എടുത്തതാണ് മോഡുലസ് ഫംഗ്ഷൻ. നോട്ടൊന്നും എഴുതണ്ട, ഞാനൊന്ന് പറയാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് ഒരിക്കൽ കൂടി പറയാണ്. ദി മോഡുലസ് ഫംഗ്ഷൻ. ആരും എഴുതണ്ട കേട്ടോ, നമ്മൾ നോട്ടൊക്കെ എഴുതി വച്ചിരിക്കുന്ന ആൾക്കാർ. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് f(x) മോഡുലസ് X ആണ്. മോഡുലസ് Xന് രണ്ട് ബ്രാഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ? -X ഉണ്ടാകാം, +X ഉണ്ടാകാം അല്ലെ? -X ഉണ്ടാകാം, +X ഉണ്ടാകാം. മോഡുലസ് Xന് -X, +X. f(x) എന്ന് പറയുന്നത് ഈ X ആണെങ്കിൽ X ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടുപിടിച്ചതല്ല കേട്ടോ, മാത്തമാറ്റീഷ്യൻസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് f(x) മോഡുലസ് X. അപ്പോ ആ മോഡുലസ് Xന് X ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും -X X ലെസ് ദാൻ 0 എന്നും പറയുന്നു. അപ്പൊ അതിന്റെ ഗ്രാഫ് വരുന്നത്, പുതിയ കുട്ടികൾ ചുമ്മാ ശ്രദ്ധിച്ചിരുന്നു, അപ്പൊ അതിന്റെ ഗ്രാഫ് വരുന്നത് ഏത് ഷേപ്പ് ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. പാർത്ഥസാരഥി, മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ വരാം. എങ്ങനെയായിരിക്കാം വരവ്? അതിന്റെ ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ? പറ്റുന്നില്ല. അവന്തിക സുമോദ്? മോളൊന്നത് വീഡിയോ ഓൺ ആക്കിയിട്ട് ഒന്ന് പറഞ്ഞേ. പറഞ്ഞോളൂ മോളെ. ഓക്കെ, വെരി ഗുഡ്. അതായത് ഇവിടെ 0 കൊടുക്കുകയാണെങ്കിൽ Xന് 1 2 3 4 കൊടുക്കുകയാണെങ്കിൽ 1 2. അപ്പോ Xന് 1 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരാ? മോഡുലസ് X മോഡുലസ് 1. 1ന് 1, 2ന് 2 തന്നെ വരും, 3ക്ക് 3, 1 2 3, 3ക്ക് 3 തന്നെ വരും അല്ലെ? 3ക്ക് 3 തന്നെ വരും. അപ്പൊ അവിടെ 1ന് 1 വന്നു, ഇവിടെ പ്ലോട്ട് ചെയ്തു. ഇവിടെ -1 കൊടുക്കാം. മോഡുലസ് -1 becomes 1 തന്നെയാണ്. മോഡുലസ് -1 ഈക്വൽ ടു 1. ഇവിടെ -2 കൊടുത്താൽ 2 തന്നെ കിട്ടും, -3 കൊടുത്താൽ 3. ഗ്രാഫ് ഇങ്ങനെ ഒരു മിറർ ഇമേജ് വരും.
ഞാനിതൊക്കെ റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഒരു മിറർ ഇമേജ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നു അല്ലെ? ഒരു മിറർ ഇമേജ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നതും ഐഡിയ എന്ന് പറയുന്നത്. വീഡിയോ ഓണാക്കാത്ത ധാരാളം കുട്ടികൾ ഇതിനകത്തുണ്ട്. ഇത്താൽ പ്രദീപ് ക്ലിയർ അല്ലേ? ഇത്താൽ പ്രദീപ് എന്താ ഇഷ്ടം പോലെ പേരുണ്ട് വീഡിയോ ഓണാക്കാത്ത. സാറിന് എന്തെങ്കിലും കാരണങ്ങളായിരിക്കും ഞാൻ വിചാരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. മോഡുലസ് ഫംഗ്ഷൻ വളരെ വേണ്ടപ്പെട്ടതാണ്. പുതിയ കുട്ടികൾ അവിടെ റിലാക്സ് ചെയ്തിരിക്കുക. പഴയ കുട്ടികളോട് ഒരിക്കൽ കൂടി പറയാനുള്ളത്, മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x equal to modulus x ആണ്. f of x equal to plus x becomes x greater than or equal to 0 minus x less than 0 minus x less than 0 x greater than or equal to 0 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ മൈനസ് എക്സ് ലെസ് ദാൻ 0 ഇങ്ങോട്ട് പോകുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മോഡുലസിന്റെ പഠിച്ചിട്ടുള്ളതാണ്. മോഡുലസ് -1 becomes 1 ആണ്. മോഡുലസ് -2 equal to 2 ആണ്. മോഡുലസ് -3 equal to 3 ആണ്. അപ്പോ മിറർ ഇമേജ് നമുക്ക് ലഭ്യമാകുന്ന ഒരു കാഴ്ച നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനായി സാധിക്കും. ക്ലിയർ ആണ്? ഭദ്ര പി ബി ഓക്കെ അല്ലേ? ഭദ്ര, നയന, ബാബു വീഡിയോ ഓൺ ആക്കണം. ചിന്മയി ക്ലിയർ ആണ് സർ. ഉഷാറല്ലേ ചിന്മയി? ചായ ഒക്കെ കുടിച്ചോ? കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? ഇത് കഴിഞ്ഞിട്ടാണോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ? തകർത്തോളൂട്ടാ. വസുദേവ് നെറ്റൊക്കെ ഓക്കെ ആയല്ലോ? വീഡിയോ ഒക്കെ വന്നല്ലോ? നെറ്റ് കണക്ഷൻ എടുത്താ? BSNL എടുത്താ? ഇല്ല, മൊബൈൽ ഡാറ്റ തന്നെ. അതല്ലേ. ആ ക്യാമറ കൃത്യമായിട്ടൊന്ന് വെച്ചോളൂ. മുഖത്തിനെ ഇതായിട്ട് വെച്ചോളൂ. ഇപ്പൊ ഓക്കെ കേട്ടാ, അടിപൊളി. ഓക്കെ, അപ്പൊ സ്കൂൾ തുറക്കുമ്പോഴേക്കും വസുദേവ് നെറ്റ് കണക്ഷൻ ഒക്കെ എടുക്കണം കേട്ടാ. കാരണം ടീച്ചേഴ്സ് എപ്പോഴും പറയും, ഇപ്പോ ഇതിനകത്ത് ഇല്ലാത്ത ആളുകളോട് എനിക്കൊരു റിക്വസ്റ്റ്, നിങ്ങൾ സ്കൂളിൽ പെർഫോം ചെയ്യുമ്പോഴും അവർ വീഡിയോ ഓൺ ആക്കാൻ പറയുമ്പോൾ ഞാൻ വീഡിയോ ഓൺ ആക്കി കൊടുക്കണം. അപ്പൊ എടുക്കുന്ന ടീച്ചർക്ക് ഒരു സുഖം ഉണ്ടാവും. റിപ്ലൈ റിയാക്ഷൻസ് വളരെയധികം ഇമ്പോർട്ടൻസ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലൈവായിട്ട് നമുക്ക് നിൽന്നാൽ മാത്രമേ എടുക്കുന്ന ആൾക്ക് നല്ല രസം ഉണ്ടാവും. ഓക്കെ, അടുത്ത പുതിയ ടോപ്പിക് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ. ഐഷ, മോഡുലസ് ഫംഗ്ഷന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഐഷ? ഇല്ല സാർ, മനസ്സിലായി. സിഗ്നം ഫംഗ്ഷൻ, സിഗ്നം SIGNUM, സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ FUNCTION, സിഗ്നം ഫംഗ്ഷൻ. ഇതൊക്കെ ഒരു പ്രത്യേക ഒരു ടിപ്പിക്കൽ സംഭവങ്ങളാണോ? ടിപ്പിക്കലാണ് സിഗ്നം ഫംഗ്ഷൻ ഒക്കെ. ഒരു ടിപ്പിക്കൽ ഐറ്റം ആണ്, ഒരു ഫംഗ്ഷൻ ആണ് സിഗ്നം ഫംഗ്ഷൻ. ഇന്നതാണ് എന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞു വച്ചിരിക്കുക. അത് നമ്മൾ പഠിച്ചെടുക്കുക എന്ന് മാത്രം നമ്മളുടെ ജോലിയുള്ളൂ. അപ്പൊ അത് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയും, അയ്യോ ഇത്തരത്തിലുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന പേര് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്തെങ്കിലും മിനിഹയ്ക്ക് എന്തെങ്കിലും സിഗ്നം ഫംഗ്ഷനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ മിനിഹയ്ക്ക് സംസാരിക്കാം. സിഗ്നം ഫംഗ്ഷനെ കുറിച്ച് എന്തെങ്കിലും മോൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഇപ്പൊ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് നമ്മ ഇപ്പം ഐഡന്റിറ്റി ഗ്രാഫ് അല്ലെ കോൺസ്റ്റന്റ് ഗ്രാഫ് പോലെ പാരലൽ ആയിട്ട് രണ്ട് ഡയറക്ഷനിലേക്കും വരയ്ക്കും, നമ്മുടെ പോയിന്റ് അനുസരിച്ച് മാർക്ക് ചെയ്തിട്ട്. അതാണ് മോള് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം. ജിസ്മി പോയാ ഇവരെ കാണാനില്ലല്ലോ. ജിസ്മി കുളത്തിലായിരിക്കും. ചിന്മയ്ക്ക് എന്തെങ്കിലും പിടിപാടുണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ട വാക്കാണ് അല്ലെ? കേട്ടിട്ടുണ്ടോ ചിന്മയി? കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച്? കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. സത്യമാണ്. വേണു, ഇതിനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ മുമ്പ് എപ്പോഴെങ്കിലും? ഐഷ കേട്ടിട്ടുണ്ട്. ഒരു ഡൗട്ട്, ഈ പോളിനോമിയൽ ഫംഗ്ഷൻ എടുത്തിട്ടില്ല. പോളിനോമിയൽ ഫംഗ്ഷൻ പറഞ്ഞുതരാം, പേടിക്കണ്ട, പറഞ്ഞുതരാം. ഓക്കെ ഐഷ, ഇതങ്ങട് കഴിഞ്ഞിട്ട് അങ്ങട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. സിഗ്നം ഫംഗ്ഷൻ എഴുതിക്കോ മക്കളെ. മിനിഹ പറഞ്ഞ അഭിപ്രായം ഏറെക്കുറെയൊക്കെ ശരി തന്നെയാണ്. The function f from R tends to R. The function f from R tends to R. The function f from R tends to R. The function f from R tends to R, defined by f of x.
defined by f of x equal to defined by f of x equal to 1 എന്ന് പറഞ്ഞാല് if x less than 0, x greater than 0, 1 if x greater than 0, 0 if x equal to 0, negative 1 if x less than 0, 1 ആണെങ്കിൽ if 1 ആണെങ്കിൽ x greater than 0 ആയിരിക്കും. 0 if x equal to 0, negative 1 x less than 0. അശ്വന്ത് വീഡിയോ ഓഫ് ചെയ്ത് കളഞ്ഞവൻ. വീഡിയോ ഓൺ ആക്കടാ, ഞാൻ കണ്ടു നീ ഓഫ് ചെയ്യണത്. അശ്വന്ത് വീഡിയോ ഓൺ ആക്കി. യെസ്. എന്തിനാണ് അശ്വന്ത് വീഡിയോ ഓഫ് ചെയ്ത് കളഞ്ഞത്? ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഓഫ് ചെയ്തു. ചായ കുടിക്കാൻ വേണ്ടിട്ട് ഓഫ് ചെയ്തതാണ്. കുടിച്ചോ. അപ്പൊ നോക്കാം. 1 if x greater than 0, 0 if x equal to 0, -1 x less than 0. -1 x less than 0 is called the signum function. Sir. പറഞ്ഞോളൂ. പറയൂ. പറയാം. അല്ല, ഗ്രാഫൊക്കെ വരച്ച് ഭംഗിയാക്കി തരും. സിഗ്നൽ ഫംഗ്ഷന്റെ ജനറൽ ആയിട്ടുള്ള ഒരു സംഭവം പറയുന്നത് ജനറൽ ഫോമാണ്. ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം. f of x equal to modulus x ന് രണ്ട് ബ്രാഞ്ച് -x + x എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെയാണ് സിഗ്നൽ ഫംഗ്ഷൻ പഠിക്കേണ്ടത്. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച കാര്യമല്ല, ഇത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ ധരിച്ചു വെക്കണം. അതായത് the function f from r tends to r, റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് തന്നെ defined by f of x equal to ഒരു പറയുന്ന ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് f of x equal to 1 if x greater than 0, 1 ആണെങ്കിൽ if x greater than 0 ആയിരിക്കും. 0 if x equal to 0 ആണ്. -1 if x less than 0. -1 if x less than 0 is called the signum function. ഇനി അതിന്റെ എങ്ങനെയാണ് അത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് കാണിക്കാം. The graph of the signum function is given by the അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ഒന്നും എഴുതണ്ട, ഇത് മതി. സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ് ആണ് വരയ്ക്കാം. ശ്രദ്ധിക്കട്ടെ. ഇത് എഴുതി കഴിഞ്ഞില്ലേ? ഇത് നമ്മളുടെ മനസ്സിനകത്ത് ഈ സംഭവം നിർബന്ധമായും ഉണ്ടാകും. ഈ f of x, സിഗ്നം ഫംഗ്ഷന്റെ f of x നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് ഒരു 2 ടൈംസ് ഈ f of x ഒന്ന് എഴുതി പഠിച്ചോളൂ കേട്ടോ. മാത്സ് ആയതുകൊണ്ട് എഴുതി പഠിക്കാണ്. വീട്ടിലിരുന്നല്ല, ഇപ്പൊ തന്നെ വീട്ടിലിരുന്ന് 2 ടൈംസ് ഒന്ന് എഴുതിക്കോ. 2 അല്ല 3 ടൈംസ് മറന്നു പോകും. അതുകൊണ്ടാണ് ഈ f of x എല്ലാവരും ഇപ്പൊ തന്നെ ലൈവായിട്ട് ഒരു ധൃതിയില്ല. f of x equal to 1 if x greater than 0, 0 if x equal to 0, -1 if x less than 0 എന്നുള്ള f of x സിഗ്നം ഫംഗ്ഷന്റെ f of x ഒരു 3 ടൈംസ് ഇവിടെ ഇരുന്ന് എഴുതും. ആദിദേവ് ടീച്ചർ വീഡിയോ ഓഫ് ആണല്ലോ. ആദിദേവ് ഓക്കെ. എന്താണ് വീഡിയോ ഓൺ ആക്കി മോനെ കൂട്ടാ? വീഡിയോ ഓൺ ആക്കി. എന്താ ഓഫ് ചെയ്യണ അശ്വന്ത്? അല്ല സോറി, ആദിദേവ് ചെറിയൊരു പ്രശ്നമുണ്ട് സാർ. ഓഫ് ചെയ്തോളൂ ആദിദേവ്, ഓഫ് ചെയ്തോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ആദിദേവ് പറഞ്ഞ പോലെ പറഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ അങ്ങനെ അത്ര എന്താ പറയാ കടുംപിടുത്തൊന്നുമില്ല. വീഡിയോ കടുംപിടുത്തുണ്ട്, പക്ഷെ ഓരോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, നെറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഡാറ്റ പ്രോബ്ലം അതൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ മതി നിങ്ങൾക്ക്. വസുദേവ് അങ്ങനെ ഡാറ്റ പോകുമെങ്കിൽ വസുദേവിന് വീഡിയോ ഓഫ് ചെയ്യാം. അതെന്നോട് പറഞ്ഞാൽ എനിക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരാളാണ്. എപ്പോഴും എല്ലാവർക്കും വൈഫൈ എടുക്കാനോ അവിടേക്ക് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അതിന്റെ അവൈലബിലിറ്റി ഒക്കെ ഇതിനകത്ത് വലിയ ഘടകമാണെന്നുള്ള ബോധമുള്ള ആള് തന്നെയാണ്. നിഖിൽ രാജ്. നിഖിൽ രാജ് ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന്റെ തുടക്കം മുതലുള്ള കുട്ടിയാണോ? അതെ.
ജിസ്മി ഇടയ്ക്ക് കാണാണ്ടായില്ലല്ലോ. ഞങ്ങളിവിടെ ജിസ്മിയുടെ പേരൊക്കെ വിളിച്ച് ചോദ്യമൊക്കെ ചോദിച്ചു. സാറ് ഇടയിൽ നെറ്റ് കേട്ടായി പോയി. ആ സമയത്ത് ജിസ്മിയുടെ പേരൊക്കെ ഇവിടെ വിളിച്ചു. ഇപ്പൊ ജിസ്മി പറമ്പിലൊന്നും ഇരിക്കണില്ലല്ലോ, റോട്ടിലാണല്ലോ. അല്ല സോറി, വീട്ടിലാണല്ലോ. മുറ്റത്തേക്കൊന്നും പോണില്ല ഇപ്പൊ? ഇല്ല, ഇപ്പൊ പോവാറില്ല. ഓക്കെ ഓക്കെ. നെറ്റ് വീട്ടിൽ തന്നെ എടുത്തു. ഓക്കെ, നന്നായി പഠിച്ചോളൂ കേട്ടാ. ശ്രദ്ധിക്കാം. അപ്പൊ ഇതാണ് സിഗ്നൽ ഫംഗ്ഷന്റെ ഒരു സംഭവം. The function f from R tends to R defined by f of x equal to 1 if x greater than 0, 0 if x equal to 0, negative 1 if x less than 0 is called the signal function. ഞാൻ നിങ്ങൾക്ക് തുടക്കക്കാർ എന്ന നിലയിലാണ് വളരെ സ്ലോയിലാണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് നല്ല ബോധമുണ്ട്, നല്ല സ്പീഡിൽ എടുക്കാൻ അറിയാം. പക്ഷെ വളരെ സാവധാനത്തിൽ പോകുന്നത് പല തലത്തിലുള്ള കുട്ടികളാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് ആണ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും പിന്നെ ധൃതി പിടിച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ എടുത്തിട്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പൊ ചില കുട്ടികൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊന്ന് ക്ഷമിക്കണം. കാരണം ചില കുട്ടികൾ ഈ മലയാളം മീഡിയത്തിൽ നിന്നൊക്കെ വന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് കേൾക്കുമ്പോൾ പൊരുത്തപ്പെടായ്മ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ആദ്യമായിട്ടൊരു കോഴ്സിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യമായ ഒരു കോഴ്സിലേക്ക് കടക്കുമ്പോൾ വളരെ സ്ലോയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതും ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ആദ്യമായി കേൾക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ചിലവർക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് തന്നെ ഫീൽ ചെയ്യോ എനിക്ക് മനസ്സിലായ കാര്യം ഇയാള് പറഞ്ഞു വെറുപ്പിക്കാണല്ലോ ഭഗവാനെ എന്ന് നമുക്ക് തോന്നിയാൽ അത് സാരമില്ല. ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ഇതിന്റെ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ് സിലബസിന്റെ പരീക്ഷയ്ക്ക് ഡ്രോ ദ റഫ് സ്കെച്ച് ഓഫ് സിഗ്നൽ ഫംഗ്ഷൻ, ഡ്രോ ദ റഫ് സ്കെച്ച് ഓഫ് ദി മോഡുലസ് ഫംഗ്ഷൻ, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. CBSEക്ക് ഇനി എങ്ങനെ വരാം? ഇത് ഗ്രാഫ് ഒക്കെ ചിലപ്പോൾ തരും. MCQ അല്ലെ, ഗ്രാഫ് നമുക്ക് തന്നിട്ട് നമ്മളോട് പറയും ഐഡന്റിഫൈ ദിസ് ഗ്രാഫ് എന്നായിരിക്കും ചോദ്യം. സ്റ്റേറ്റിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോകും CBSE അല്ലെ. സ്റ്റേറ്റ് പറയുന്നത് ഡ്രോ ദ റഫ് സ്കെച്ച് ഓഫ് സിഗ്നൽ ഫംഗ്ഷൻ, CBSE പറയുന്നത് ഐഡന്റിഫൈ ദിസ് ഗ്രാഫ്. രണ്ടും രണ്ട്, മനസ്സിലായില്ല? രണ്ട് ലെവലായി കഴിഞ്ഞു. അപ്പോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഗ്രാഫ് അവർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. അപ്പോ നമുക്ക് ഗ്രാഫ് വരയ്ക്കാണ് ശ്രദ്ധിക്കാം. സിഗ്നൽ ഫംഗ്ഷൻ പറയുന്നത് ഇത് എക്സ്, ഇത് വൈ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് നല്ല നിശ്ചയമുള്ള ആളുകളാണ്. എക്സ് ഡാഷ് വൈ ഡാഷ്, ഇത് ഒറിജിൻ 0, ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 if x greater than 0, x greater than 0, അപ്പൊ 1 ഇവിടെ 1 വന്നു. അപ്പൊ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് y equal to 1 ആയിരിക്കും. y equal to 1, y equal to 1 എന്നാണ്. 1 y equal to 1. ഇനി ഇവിടെ -1 അതിന്റെ ഡയറക്ഷൻ വരുന്നത് y equal to -1, y equal to -1. ഇതാണ് സിഗ്നൽ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. 1 വരുമ്പോൾ അതിന്റെ ഇത് വരുന്നത് y equal to 1 എന്നാണ്. ഇവിടെ -1, y equal to -1, 0 പിന്നെ ഒറിജിൻ ആണ്. ഇതാണ് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പറയുന്നത്. 0 1 -1 പറഞ്ഞോളൂ. ഇപ്പൊ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാല് ഗ്രേറ്റർ ദാൻ 0 അല്ലേ, അപ്പൊ വൈക്ക് 2 വന്നൂടെ? എക്സ് ഗ്രേറ്റർ ദാൻ 1 ഇതിന്റെ റേഞ്ച് പറയുന്നത്, ഇതിന് ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് എന്ന് പറയുന്നത് 1 0 -1 ആണ്. ഇറ്റ് ഈസ് എ സിഗ്നം ഫംഗ്ഷൻ, ഒരു ടിപ്പിക്കൽ ഫംഗ്ഷൻ ആണ്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 0 -1 ആണ്. അപ്പൊ നമ്മൾ ഇത്ര എടുത്താൽ മതി. 1 0 -1, 1 0 -1. അതിന്റെ ഗ്രാഫ് f of x എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ഡ്രോ ചെയ്താൽ മതി. ഓക്കെ, f of x വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. f of x 1 0 -1. അപ്പൊ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നമ്മൾ ഇതിന്റെ റേഞ്ച് പറയുന്നത് 1 0 -1. അതിന്റെ റേഞ്ച് എഴുതിക്കോളൂ കേട്ടോ. റേഞ്ച് ഈസ് -1 0 1 ആയിരിക്കും. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 0 1 ആയിരിക്കും. -1 0 1 ആയിരിക്കും.
ഡൊമൈൻ എന്ന് പറയുന്നത് ഓൾ റിയൽ നമ്പേഴ്സ്. ഡൊമൈൻ എന്ന് പറയുന്നത് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് അതിന്റെ ഡൊമൈൻ വരുന്നത്. ഓൾ റിയൽ നമ്പേഴ്സ് x ഗ്രേറ്റർ ദാൻ 0, x ഗ്രേറ്റർ ദാൻ 0, x ലെസ് ദാൻ 0, x ഈക്വൽ ടു 0. അതിന്റെ ഡൊമൈൻ ഓഫ് ദ സിഗ്നൽ ഫംഗ്ഷൻ ഈസ് ക്യാപിറ്റൽ ആറും റേഞ്ച് ആയിട്ട് വരുന്നത് -1, 0, 1 ആയിരിക്കും. ഡൊമൈൻ എന്ന് പറയുന്നത് ഓൾ റിയൽ നമ്പേഴ്സ് x ലെസ് ദാൻ 0, x ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് കൊണ്ട് അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഓൾ റിയൽ നമ്പേഴ്സും റേഞ്ച് എന്ന് പറയുന്നത് -1, 0, 1 ആണ്. റേഞ്ച് എന്ന് പറയുന്നത് -1, 0, 1 ആണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, റേഞ്ച് -1, 0, 1 എന്നും ഡൊമൈൻ ഈക്വൽ ടു റിയൽ നമ്പർ, ഡൊമൈൻ ഈക്വൽ ടു ക്യാപിറ്റൽ. അപ്പോൾ CBSE സിലബസിലുള്ള കുട്ടികൾക്ക് റേഞ്ച് ചോദിക്കാം. സിഗ്നൽ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് -1, 0, 1 ആയിരിക്കും അല്ലെ. -1, 0, 1 ആണ്. ഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ R ആണ്. ഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ R. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷൻ, പോളിനോമിയൽ ഫംഗ്ഷൻ, പോളിനോമിയൽ ഫംഗ്ഷൻ, പോളിനോമിയൽ ഫംഗ്ഷൻ, പോളിനോമിയൽ ഫംഗ്ഷൻ, polynomial function, polynomial function, polynomial function, polynomial function, Adidev TJ, polynomial function, Adidev TJ, Adidev TJ, polynomial function. Polynomial function. And the general form on the parameter. A function f from R tends to R. A function f from R tends to R. A function f from R tends to R is said to be polynomial function. 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 Is said to be polynomial function if for each x in R, y equal to f of x equal to y equal to f of x equal to a0 plus a1x plus a2x square plus etc plus an x raised to n, 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 where n is a non-negative integer, where n is a non-negative integer, non-negative integer, non-negative integer, and a0, a1, a0, a1, a2, a3, etc. an belongs to R. an belongs to R. എഴുതിയെടുക്കാം. ആ എഴുതിയെടുക്കുകയും ആ എഫ് ഓഫ് എക്സ് ഒരു 3 times എഴുതുകയും ചെയ്യാം. എഴുതാം. ലിസൺ. അപ്പോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an x റൈസ് ടു n ആണ് പോളിനോമിയൽ ഫംഗ്ഷന്റെ എഫ് ഓഫ് എക്സ്. നമുക്കൊരു ഗ്രാഫ് വരച്ചു നോക്കാം. എഴുതാം. ഡിഫൈൻ ദ ഫംഗ്ഷൻ എഫ് ഫ്രം r tends to r. Define the function f from r tends to r. Define the function f from r tends to r by y equal to f of x equal to by y equal to f of x equal to x square. Define the function f from r tends to r. Define the function f from r tends to r. Define the function f from r tends to r by y equal to f of x equal to x square. X belongs to R. X belongs to R. X belongs to R. X belongs to R.
അപ്പോ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഒരു ഗ്രാഫ് നമുക്കങ്ങ് വരയ്ക്കാം. ഒരു ഗ്രാഫ് വരയ്ക്കാണ് ഞാൻ ശ്രദ്ധിക്കാം. നിങ്ങൾ തന്നെ വരയ്ക്കണം. ഞാൻ ഐഡിയ പറഞ്ഞുതരാം. എക്സ് വൈ അവിടെ -3, അവിടെ -3 കൊടുത്തപ്പോ -3യുടെ സ്ക്വയർ 9, -2ന്റെ സ്ക്വയർ 4, -1ന്റെ സ്ക്വയർ 1, 0 സ്ക്വയർ 0, 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9. ഒന്ന് ഗ്രാഫ് വരച്ച് f of x equal to x square polynomial function. ഗ്രാഫ് ഒന്ന് വരച്ച് കഴിഞ്ഞോ? ഗ്രാഫ് വരച്ചു കഴിഞ്ഞോ? യെസ് സർ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഇങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരിക, അല്ലേ? കറക്റ്റ് അല്ലേ? ഞാൻ റഫ് സ്കെച്ച് കാണിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? -3 വരുമ്പോ 9, -2 വരുമ്പോ 4, -1 1, 0 0, 1 1, 2 4, 3 9 അല്ലേ? ക്ലിയർ അല്ലേ? വരച്ചോ? എല്ലാ കുട്ടികളും വരച്ചോ? യെസ് സർ. ഓക്കെ ഓക്കെ. അടുത്ത ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് അത് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് പുതിയ ടോപ്പിക് ഹെഡിങ് എഴുതി വെക്കാം. അതിനെ കുറിച്ചൊന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി ഒന്ന് എടുക്കുക. ഒരു ചെറിയ വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ചെറിയ എന്തെങ്കിലും ഒരു വർക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് തരുന്നതാണ്. എഴുതാം ദി ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. അതെന്താണെന്ന് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഹെഡിങ് ഇടാൻ ഒരു വർക്കാണത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അത് എന്തൊക്കെയാണ് എന്ന് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ സ്പേസ് വിട്ടു. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഒന്ന് ആലോചിക്കാം. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ വലിയ സീനൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഇപ്പൊ സ്റ്റേറ്റ് സിലബസുകാർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഇരിക്കാറുണ്ട്, വീട്ടിൽ വെറുതെ ഇരിക്കുക. ഒന്ന് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ഓക്കെ. Then next heading എഴുതിക്കോളൂ. Algebra of real functions. Algebra of real functions. എഴുതാം. Addition of two real functions. Addition. Let f from x tends to r, and addition of two real functions. അപ്പൊ algebra of real function heading. Algebra of real functions heading, അതിനടിയിൽ സബ് ഹെഡിങ് addition of two real functions. Addition of two real functions. Let f from x tends to r and g from x tends to r. F from x tends to r and g from x tends to r. Be any two real functions. F from x tends to r and g from x tends to r. Be any two real functions where x is subset r, when x subset r. Then we define f plus g of x. Then we define f plus g tends to x tends to r by f plus g tends to x. F plus g from x tends to r by f plus g of x. F plus g of x equal to f of x plus g of x. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. f plus g of x equal to ഇത് മാത്രം പഠിച്ചാൽ മതി. f plus g of x equal to f of x plus
ജി ഓഫ് എക്സ്. അതിന്റെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പ്രോബ്ലം ഒക്കെ വളരെ ഈസിയാണ്. എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. മൾട്ടിപ്ലിക്കേഷൻ സബ്ട്രാക്ഷൻ എഴുതി multiplication by a scalar alpha f of x equal to alpha f of x equal to alpha f of x equal to alpha into f of x. Find f of x. The constant കൊണ്ടുള്ള multiplication ആണ് പറയുന്നത്. Multiplication of two real functions. Multiplication of two real functions. Multiplication of two real functions. Fg of x equal to fg of x equal to fg of x equal to f of x g of x. F of x g of x. F of x g of x. Quotient of two real functions. Quotient of real functions. Quotient of two real functions. Quotient of two real functions. F by g of x. Separate f of x by g of x. Add separation, subtraction, കോൺസ്റ്റന്റ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എല്ലാം സെപ്പറേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഒന്ന് എഴുതിയെടുത്തോളൂ. പ്രോബ്ലം വളരെ ഈസി ആട്ടോ, ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. എഴുതി കഴിഞ്ഞില്ലേ മക്കളെ? എല്ലാം സെപ്പറേറ്റ് ചെയ്യാം. അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ എല്ലാം സെപ്പറേറ്റഡ് ആണ്. ഒറ്റ പ്രോബ്ലത്തിലൂടെ നമുക്കിത് കൃത്യമായി മനസ്സിലാക്കാം. എഴുതി. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. Let f of x equal to x. Let f of x equal to x. Let f of x equal to x. F of x equal to x square. F of x equal to x square. G of x equal to 2x plus 1. G of x equal to 2x plus 1. Be two real functions. Be two real functions. Be two real functions. Find. So number 1, f plus g of x. F plus g of x. F plus g of x. F minus g of x. F plus g of x. F minus g of x. F g of x. F by g of x. ശ്രദ്ധിക്കാം. F plus g of x. ചോദ്യം എഴുതിയെടുക്കുക. പതുക്കെ മതി. ചോദ്യം എഴുതിയെടുക്കുക. Let f of x equal to x square, g of x equal to x plus 1 be two real functions. Find f plus g of x, f minus g of x, f g of x, f by g of x. Then ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് നൽകേണ്ട വിദ്യാർത്ഥി ഐഷയാണ്. ഐഷ സ്ക്രീനിലേക്ക് വരൂ. ഐഷ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വീഡിയോ ഓൺ ആക്കോ. ഓൺ ദ വീഡിയോ ഓൺ ആക്കോ. എവിടെ? പറഞ്ഞോ. ആദ്യത്തെ ആൻസർ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ആൻസർ ഈസ് പറ. x square x plus g of x എഴുതാം. x square plus 2x plus 1. correct? yes sir. x square plus 2x plus 1 ഇങ്ങനെ എഴുതാം. അതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. വേണമെങ്കിൽ മാത്രം എഴുതാം. രണ്ടാമത്തെ ആൻസർ തന്നെ ചെയ്ത് f minus g of x, f of x minus g of x. f of x എന്ന് പറയുന്നത്
x square minus 2x plus 1. x square minus 2x minus 1. x square minus 2x minus 1. 3 4 തന്നെ ചെയ്യാം. 3 and 4. Do it yourself. f of x അവിടെ substitute ചെയ്തു minus g of x അവിടെ substitute ചെയ്തു 2x plus 1. Your answer is x square minus 2x minus 1. x square minus 2x minus 1. Open the bracket. Here open the bracket. X square minus 2x and minus 1. X square minus 2x minus 1. X square minus 2x minus 1. മൂന്നാമത്തെ question number 3 പറയുന്നത് question number 3. Number 3 പറയുന്നത് f g of x. f g of x. f of x into g of x. f of x x square into 2x plus 1. x square into 2x plus 1. So your answer is 2x cube plus x square. 2x cube plus x square. 2x cube. x square into x cube. 2x cube plus x square. 2x cube plus x square. Multiplication വേണമെങ്കിൽ ചെയ്താൽ മതി. അടുത്ത 4 f by g of x. f of x by g of x. f of x x square divided by 2x plus 1. x square by 2x plus 1. x square by 2x plus 1. x square by 2x plus 1. കിട്ടിയാർന്നോ? Yes, sir. Yes, sir. Yes, sir. Okay. ശ്രദ്ധിക്കാം. Next question. ശ്രദ്ധിക്കാം. Let f of x equal to root x. Let f of x equal to root x. f of x equal to root x. And g of x equal to x. And g of x equal to x. Be two functions. Be two functions. Be two functions. Be two functions defined over the set of non-negative real numbers. Find f plus g of x, f minus g of x, f g of x, f by g of x. ചെയ്യാം. സാറേ, Yes. sir, defined over the set of non-negative real numbers. അർത്ഥം എന്താണ്? എന്താ ക്ലിയർ അല്ല? Defined over the set of non-negative real numbers. അർത്ഥം എന്താണ്? Defined over the set of non-negative real number. ഇവിടെ f of x റൂട്ട് വന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. f of x equal to root x എന്നല്ലേ പറഞ്ഞേക്കണേ? അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ root x എന്ന് പറയുന്നത് എന്താ? Let f of x equal to root x and g of x equal to x be two functions defined over the set of non-negative real number. അവിടെ ആ റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കോംപ്ലക്സ് നമ്പറിലേക്ക് പോവില്ലേ? പോവും. അപ്പൊ അതാണ് അവരവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ആൻസറിനകത്തും പോസിറ്റീവ് വരാം എന്നുള്ളൂ. പ്രത്യേകിച്ച് അവിടെ ആ റൂട്ട് വന്നത് കൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവര് പോസിറ്റീവ് ആണ് എന്നുള്ള ഒരു രീതി അവർ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ സർ. ശ്രദ്ധിക്കാം. ആദ്യത്തെ ആൻസർ
f of x plus g of x. f of x root x plus x. root x plus x. അല്ലേ കിട്ടിയില്ലേ? root x plus x. root x plus x. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ഒറ്റ സെക്കൻഡ് കേട്ടോ, ഒരൊറ്റ സെക്കൻഡ് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ആൻസർ നോക്കൂ. രണ്ടാമത്തെ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ത് കിട്ടി? റൂട്ട് എക്സ് മൈനസ് എക്സ് എന്ന് കിട്ടി. ഇവിടെ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ റൂട്ട് എക്സ് ഇൻറ്റു എക്സ്, റൂട്ട് എക്സ് ഇൻറ്റു എക്സ്. നാലാമത്തെ വരുന്നത് റൂട്ട് എക്സ് ബൈ എക്സ് അല്ലെ? റൂട്ട് എക്സ് ബൈ എക്സ് എന്ന് കിട്ടി. കിട്ടിയാണോ നിങ്ങൾക്ക്? Yes, sir. അങ്ങനെയാക്കുമ്പോ എക്സ് റേസ് ടു 1/2 എക്സ് റേസ് ടു 1 എക്സ് റേസ് ടു 1/2 മൈനസ് ഇത് അങ്ങോട്ട് പോയി. വേണമെങ്കിൽ എഴുതിയാൽ മതി എക്സ് റേസ് ടു മൈനസ് 1/2 എക്സ് റേസ് ടു മൈനസ് 1/2 1 ബൈ എക്സ് റേസ് ടു 1/2 1 ബൈ എക്സ് റേസ് ടു 1/2 1 ബൈ എക്സ് റേസ് ടു 1/2 1 ബൈ റൂട്ട് എക്സ്. ഇങ്ങനെ ഡയറക്റ്റ് ചെയ്താൽ മതിയോ അല്ലെ? ഡയറക്റ്റ് ചെയ്താലും മതി. 1 ബൈ റൂട്ട് എക്സ് ഇങ്ങനെ എഴുതിയാലും മതി, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. റൂട്ട് എക്സ് ബൈ എക്സ് 1 ബൈ റൂട്ട് എക്സ് 1 ബൈ റൂട്ട് എക്സ്. കിട്ടിയായിരുന്നില്ലേ? കിട്ടിയായിരുന്നില്ലേ? പറയൂ. അടുത്ത ഒരു ചോദ്യം എഴുതിക്കോളൂ. ലെറ്റ് എഫ് ഈക്വൽ ടു ലെറ്റ് എഫ് ഈക്വൽ ടു let f equal to 1 1 2 3 1 1 2 3 1 1 2 3 0 negative 1 0 negative 1 negative 1 negative 3 negative 1 negative 3 negative 1 negative 3 be a linear function, be a linear function, be a linear function from z into z, from z into z, from z into z. Find f of x, find f of x, find f of x. Linear function എന്ന് പറഞ്ഞാൽ അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ലീനിയർ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. y equal to mx plus c ആണ് കേട്ടോ ലീനിയർ ഫംഗ്ഷൻ. ലീനിയർ ഫംഗ്ഷന്റെ ജനറൽ ഫോം f of x equal to mx plus c. y equal to mx plus c ആണ് ലീനിയർ ഫംഗ്ഷൻ. അപ്പൊ ആ f of x ഇതിനകത്ത് ഏതാണ് മാച്ച് ആണ്? ഈ തന്നിരിക്കുന്ന f equal to 1 1 2 3 0 negative 1 negative 1 negative 3. Be a linear function from z into z, z into z. Find f of x എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്ന് ആലോചിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ആ y equal to mx plus c, എമ്മിന്റെയും സിയുടെ അവിടെയും നമ്പേഴ്സ് കൊടുക്കണം. z എന്നാ പറഞ്ഞേക്കുന്നത്. z പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. അപ്പൊ ഒന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചോളൂ. ഞാൻ പറഞ്ഞു തരാം. ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സമയം തരികയാണ്. ആലോചിച്ചിട്ട് ചോദിക്കാം. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കിട്ടുന്നുണ്ടോ? അശ്വന്ത് ആൻസർ ആയോ? ഇല്ല. വൈ എന്തായിരിക്കും അപ്പൊ? y equal to f of x അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിക്കോളൂ. ഇവിടെ ഇങ്ങനെ കൂടി എഴുതിക്കോളൂ. f of x equal to mx plus c. അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനാ പറഞ്ഞ. അപ്പൊ ആ ചോദ്യം ഇട്ട് ചോദിച്ചു. Find f of x. y equal to mx plus c, f of x equal to mx plus c. ലീനിയർ ഫംഗ്ഷന്റെ ഇത് പഠിച്ചാൽ മതി. f of x equal to mx plus c. രണ്ടും തന്നെയാണ്. f of x ന് മറ്റൊരു പേരാണല്ലോ y. y എന്ന് പറഞ്ഞാൽ mx plus c. f of x എന്ന് പറഞ്ഞ y അല്ലേ? ശരിയായില്ലേ? ഇനി ഇത് മാച്ച് ആവുന്ന ആൾക്കാരെ കണ്ടെത്തണം. ആ ആളുകൾ ആരാണെന്നാണ് അറിയേണ്ടത്. അഭിനവ് AM, എനി ഐഡിയ? അഭിനവ് സർ, ലീനിയർ ഫംഗ്ഷൻ മനസ്സിലായില്ല. ഏതാ ലീനിയർ ഫംഗ്ഷൻ? ലീനിയർ ഫംഗ്ഷന്റെ ജനറൽ ഫോം. ലീനിയർ എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവർ എന്തായിരിക്കണം? പവർ ഓഫ് എക്സ് ഈസ് ആൾവേസ് 1 ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ വരും.
ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ വരും. ഇതതിന്റെ ജനറൽ ഡെഫിനിഷൻ ആണ്. ലീനിയർ ഫംഗ്ഷന്റെ ഒരു ഡെഫിനിഷൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നൊക്കെ പറയുന്ന പോലെ ലീനിയർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. പവർ ഓഫ് എക്സ് ഈസ് ആൾവേസ് 1. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫ് ഈസ് ആൾവേസ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോ ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ ഓർഡർ പെയർ ഏത് ലീനിയർ ഫംഗ്ഷനുമായിട്ട് ഏത് ലീനിയർ ഫംഗ്ഷന്റെ എഫ് ഓഫ് എക്സുമായിട്ട് മാച്ച് ആകും എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഏത് ലീനിയർ ഫംഗ്ഷന്റെ എഫ് ഓഫ് എക്സുമായിട്ട്, അതായത് നിങ്ങളോട് ഇവിടെ പറയുന്നത് z ഇൻറ്റു z എന്ന് പറയുന്നത് പോസിറ്റീവ് ഇന്റീജറും നെഗറ്റീവ് ഇന്റീജറും ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ എം എക്സ് പ്ലസ് സിക്ക് പകരം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഏത് നമ്പറുകളെ എമ്മിന് വരും, സിക്ക് ഏത് നമ്പർ വരും എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഈ എമ്മിന്റെ അവിടെ ഏത് നമ്പർ വരും, സിയുടെ അവിടെ അങ്ങനത്തെ ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമാണ്. ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് മാത്രം പരിശോധിക്കാം. എടുക്കാൻ പറ്റി ഏതാ എഫ് ഓഫ് 1 is equal to m plus c. എഫ് ഓഫ് 1 ഈക്വൽ ടു അല്ല ഒരെണ്ണം കൊടുത്താൽ ഉത്തരം വരണം. ഒരെണ്ണം കൊടുത്താലേ മറ്റേത് ഉത്തരം വരണം. സാർ അപ്പൊ സിക്ക് -1 കിട്ടി. സിക്ക് -1 കിട്ടി. സിക്ക് -1 കിട്ടി. എങ്ങനെ കിട്ടി എന്ന് പറയൂ. എഫ് ഓഫ് 0 എടുത്തപ്പോ എഫ് ഓഫ് 0 എടുത്തപ്പോ സിക്ക് എന്ത് കിട്ടി? -1. വിശദീകരിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ കിട്ടിയെന്ന് പറയൂ. സാറേ m plus c is equal to 1 കിട്ടിയപ്പോ അതിന്റെ അടുത്തത് f of 0 is equal to c is equal to -1 കിട്ടി. m plus c equal to 1 കിട്ടി. m plus c equal to 1. അത് f of 1 എടുത്തപ്പോഴാ അടുത്തത് f of 0 is equal to c is equal to -1 കിട്ടി. f of 0 equal to -1 കിട്ടി. സിക്ക് -1 കിട്ടി അല്ലേ? യെസ് സർ. അപ്പൊ എമ്മിന് എന്ത് വാല്യൂ കിട്ടും? എമ്മിന് 2 കിട്ടണം. എമ്മിന് 2 കിട്ടണം. എങ്ങനെ 2 കിട്ടി? ആ -1 കൂടെ ആഡ് ചെയ്തപ്പോ 2x minus 1. അപ്പൊ ഫൈനൽ ആൻസർ ഈസ് 2x minus 1 അല്ലേ? യെസ് സർ. ഫൈനൽ ആൻസർ ഇദ്ദേഹം പറയുന്നത് f of x equal to 2x minus 1. f of x equal to 2x minus 1 എന്നാണ് ഫൈനൽ ആൻസർ ആയിട്ട് പറയുന്നത്. ഇത് ശരിയാണോ? ഐഷയ്ക്ക് വല്ല പിടിപാട് കിട്ടിയോ? ഐഷ, അനുലക്ഷ്മി, യെസ് സർ. വല്ല മനസ്സിലായോ? മനസ്സിലായി, പക്ഷെ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇത് പല രീതികളിലൂടെയും ചെയ്യാം. ഞാൻ പല രീതികളിലൂടെയും ചെയ്യാം. അദ്ദേഹം പറഞ്ഞതും ശരിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഇതിന്റെ സംഭവം ലീനിയർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അപ്പൊ ഇവൻ നമുക്ക് ആൻസർ വരുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x minus 1. ഇത് ശരി ഉത്തരമാണ് കേട്ടോ. അശ്വന്ത് ശ്രദ്ധിക്കാൻ, നീ ചോദിച്ച ഡൗട്ടിലേക്ക് പെട്ടാണ്. ശ്രദ്ധിക്കാം. എക്സിന് നീ 1 കൊടുത്തേ. എക്സിന് 1 കൊടുത്താൽ എക്സ് ഈക്വൽ ടു 1 കൊടുത്താൽ എന്താണ് ഇത് ശരിയാവുന്നുണ്ട്? എക്സിന് 1 കൊടുത്താൽ വൈക്ക് എന്താ കിട്ടാൻ നമുക്ക്? 2 into 1 2 minus 1 എക്സിന് 1 കൊടുത്തപ്പോ വൈക്ക് 1 കിട്ടി. എക്സിന് 2 കൊടുത്തു നോക്കിയേ. 2 into 2 4 minus 1 3. എക്സിന് 0 കൊടുക്കുക. 0 2 into 0 minus 1 എക്സിന് -1 കൊടുക്കുക. -1 2 into -1 2 into -1 2 into -1 -2 -1 -3. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഗസ് ചെയ്ത് കണ്ടുപിടിക്കാം y equal to mx plus c. ഒന്നുകിൽ x+1 ആകാം, അല്ലെങ്കിൽ x-1 ആകാം, അല്ലെങ്കിൽ x+2. അതൊക്കെ നമുക്ക് ബൈ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം. x+1 x-1 x+2 x+3 ആയിരിക്കാം.
അതുപോലെ 2x+1 ചിലർക്ക് പെട്ടെന്ന് കിട്ടും 2x+1 2x-1 ഒക്കെ ഇവിടെ വാല്യൂസ് ഈ തന്നിരിക്കുന്ന നമുക്ക് ലഭ്യമാകുന്ന ആ ഇക്വേഷനില് അത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? 2x-1ലേക്ക് x=1 കൊടുത്താൽ ആ വൈഡ് റീഡിങ്ങും കറക്റ്റ് ആയിട്ട് കിട്ടി അല്ലെ? f(x=2x-1) x=1 എന്ന് പറയുമ്പോ 2 × 1 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ? അപ്പൊ y എന്ന് പറയുന്നത് 1 തന്നെ കിട്ടി. അപ്പൊ ഇവിടെ 0 കൊടുക്കുകയാണെങ്കിൽ, ഇതിന്റെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ 0 കൊടുക്കുകയാണെങ്കിൽ എന്താ നോക്കാം? 0 കൊടുക്കുകയാണെങ്കിൽ f(0) അല്ലെ? f(0) -1 ഇവിടെ x-ന് 0 കയറി ഇവിടേക്ക് കൊടുക്കുകയാണെങ്കിൽ f(0) x-ന് 0 കൊടുത്തപ്പോൾ -1 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. -1 m(0) 0 + c (-1) എന്ന് ഉള്ള ആശയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചു. c (-1) എന്ന് കിട്ടി. c (-1) എന്ന് നമുക്ക് ആൻസർ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇനി m ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. ഇതുപോലെ m ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ നോക്കേ, ഇവിടെ സിക്ക് -1 കിട്ടി. 0 ഇവിടെ ഇട്ട് കൊടുത്തപ്പോ -1 സിക്ക് കിട്ടിക്കഴിഞ്ഞു. m-ന് 0. ഇനി ഞാൻ 1 ഒന്ന് കൊടുത്തു നോക്കിയപ്പോ 1 നോക്കുമ്പോ അവിടെ കാണുന്നത് 1ന് 1 ആണ്. അപ്പൊ 1 f(1) = 1. അവിടെ 1ന് 1 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. m(1) പ്ലസ് c എന്ന് പറഞ്ഞാൽ -1. അപ്പോ ഈ 1 -1 ഇങ്ങോട്ട് വരും. 1 + 1 2 = m. Then your answer is 2x-1. m = 2 ആണ്. അപ്പൊ 2x-1 എന്ന് നമ്മൾ ആ രീതിയിൽ കണ്ടുപിടിച്ചു. ഗസ്സിംഗ് അല്ലാതെയും നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യം തന്നെ സിയുടെ റീഡിംഗ് കണ്ടുപിടിച്ചു, അതിനുശേഷം എമ്മിന്റെ റീഡിംഗ് കണ്ടുപിടിച്ചു. ഇനി ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഗസ് ചെയ്താലും നമുക്ക് കിട്ടും. ഗസ് ചെയ്യുന്നത് ശരിയാകണം എന്നുണ്ട്. നമ്മളുടെ ലീനിയർ ഫംഗ്ഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് f(x) = mx + c ആണ്. mx + c അത് നിങ്ങളുടെ തലയിൽ എപ്പോഴും ഉണ്ടാകണം. f(x) = mx + c ആണ് ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫൈൻഡ് f(x) എന്നാണ്. f(x) = 2x-1 എന്ന് ചില കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് ഈ 0 ഇവിടെ നമ്മുടെ രക്ഷകനായി അവതരിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ f(0) കൊടുത്തു. അപ്പോൾ -1 മാർക്ക് ചെയ്തു. x-ന് 0 കൊടുത്തു. c -1 എന്ന് കിട്ടി. അവിടെ 1 കൊടുത്തപ്പോൾ 1 m × 1 - 1 c -1 ആണ്. അപ്പോൾ m = 2 എന്നുള്ള ആൻസറിൽ കിട്ടി. അപ്പൊ 2x m = 2 2x c -1 2x -1 എന്ന് കിട്ടി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ put x = 1 2 × 1 - 1 1 put x = 2 2 × 2 4 -1 3 put x = 0 2 × 0 - 1 -1 put x = -1 2 × -1 -2 -1 -3. Then your answer is correct. f(x) = 2x-1. Your answer is absolutely correct. Clear? Yes, sir. Sir. മറ്റു കുട്ടികൾ? അൽ അഫീഫ്? Yes, sir. Clear. Okay. അടുത്ത ഒരു ചോദ്യം. മിൻഹയ്ക്ക് ക്ലാസ്സിൽ എന്ന് മിൻഹ പറയാതെ പോയി. ജയശങ്കർ ശിവാനി ക്ലാസ് ഉണ്ട്. Find the domain of the function. Sir. Yes. ആരാണ് മോനെ? അഭിഷേകാണ്. ക്ലാസ് ഉണ്ട്. ആയിക്കോട്ടെ. Find the domain of the function. Find the domain of the function. Important ആണ്. Important ഏതാണ്? Find the domain of the function. f(x) = x
3x plus 5 divided by സാർ ക്ലാസ് ഉണ്ട്. എന്താണ് സാർ ക്ലാസ് ഉണ്ട്, ലീവ് ചെയ്തോട്ടെ. ശരി. Find the domain of the function. എഴുതിക്കോളൂ. ആലോചിച്ച് നോക്കാം, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ആലോചന. Find the domain of the function. സാറേ പറഞ്ഞോളൂ അശ്വന്ത്. ഇത് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. അല്ല, ഡൊമൈനെ കുറിച്ച് നമുക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞ എപ്പോഴും ഓർഡർ പെയറിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. അപ്പൊ എക്സുമായിട്ട് തന്നെ റിലേഷൻ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ, ഞാൻ ഇങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്നത് ചുമ്മാ ഒന്ന് ആലോചിക്കൂ എന്ന് പറയുന്നത് എനിക്ക് വെറുതെ നിൽക്കാനല്ല കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് പാടില്ല. ഞാനിപ്പോ ഈ ചോദ്യം എഴുതി ഞാൻ തന്നെ ഉത്തരം എഴുതി, ആർക്കും ഗുണമില്ല. നമ്മളുടെ ടീച്ചിങ് രീതിയുടെ ഒരു പ്രത്യേകതയാണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയുന്നത്. മാത്തമാറ്റിക്സ് ആണ്, നമുക്ക് സബ്ജക്ട് ഡെപ്ത് വന്നു. ഇപ്പൊ അശ്വന്ത് ചോദിക്കുന്ന സംശയം ആലോചിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് അശ്വന്ത് ആ ചോദ്യം ചോദിക്കുന്നത്. അല്ലാതെ ഞാൻ എഴുതി കഴിഞ്ഞ അശ്വന്ത് ചോദ്യമില്ല, ഒന്നുമില്ല. അശ്വന്ത് എഴുതിപ്പോയി പണിക്ക് പോകും. ഈ ചോദ്യം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് കാണുമ്പോൾ തന്നെ ഇത് ഞാൻ കുറെ ആലോചിച്ചതാണ്. അപ്പോ എന്റെ ആലോചനകൾക്ക് ഉണ്ടായ വീഴ്ചകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനൊക്കെ സാധ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെയല്ല പോലെ. വേറെ എന്തെങ്കിലും ഐഡിയ ആരെങ്കിലും പറയാനല്ലോ? വേറെ എന്തെങ്കിലും ഐഡിയ ഒന്നും കൂടി ആലോചിക്കാം. അശ്വന്ത്, ജിസ്മി സാറില്ല. വസുദേവ് എനി ഐഡിയ? പവിത്ര KP എനി ഐഡിയ? ലാസ്റ്റ് ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ. അശ്വന്ത് അങ്ങനെ അശ്വന്ത് ഒന്നുകൂടി പറഞ്ഞ, നീ പറഞ്ഞ എനിക്ക് ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറഞ്ഞേ. ഞാൻ പറഞ്ഞത് മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് ചെയ്തിട്ടേ ഇപ്പൊ മൈനസ് അങ്ങനെ എന്തെങ്കിലും കിട്ടുമല്ലോ. ഡൊമൈൻ കിട്ടിയില്ലേ? ഡിനോമിനേറ്റർ ആണോ അശ്വന്ത്? വീഡിയോ ഓൺ ആക്കടാ. ന്യൂമറേറ്റർ ആണോ ഡിനോമിനേറ്റർ ആണോ അശ്വന്ത്? ഡിനോമിനേറ്റർ. യെസ് കറക്റ്റ്. അപ്പൊ ഡിനോമിനേറ്റർ നമുക്ക് നോക്കാം, കാരണം അവിടെ ഡസ് നോട്ട് എക്സിസ്റ്റ് വരാൻ പാടില്ല. അപ്പൊ ഇതിന് നമുക്ക് ഈക്വൽ ടു ഒരു ഷോർട്ട് കട്ട് ടിപ്പ് ഞാൻ പറയാണ്. ഡിനോമിനേറ്ററിന് x² - 5x + 4 ഈക്വൽ ടു 0 എന്ന് ഇമാജിൻ ചെയ്യാൻ. ഈക്വൽ ടു 0 എക്സിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അവിടെ വരുന്നത് എക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത 4ഉം അഡീഷൻ ചെയ്ത -5. x - 4 x - 1 ഈക്വൽ ടു 0. അപ്പൊ അവിടെ എക്സിന് 4 എന്നും കിട്ടി, എക്സിന് 1 എന്നും കിട്ടി. എക്സിന് 4 എന്നും എക്സിന് 1 എന്നും കിട്ടി. ഇപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് 4 വന്നാല് ഡിനോമിനേറ്റർ 0 ആയി പോകും. എക്സിന് 1 വന്നാല് ഡിനോമിനേറ്റർ 0 ആയി. എക്സിന് 4 വന്നാല് ഡിനോമിനേറ്റർ 0, എക്സിന് 1 വന്നാല് ഡിനോമിനേറ്റർ 0. അപ്പൊ അങ്ങനെ 0 ആവുന്ന ആളുകളെ ഇപ്പൊ ഒരു ക്ലാസ്സിനകത്ത് നിങ്ങൾ സ്കൂളിൽ പോയ ആളുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ സംസാരിക്കുകയാണ്. ഇവിടെ ന്യൂമറേറ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ഡിനോമിനേറ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ ഡൊമൈൻ കാണുന്നതിനുള്ള എളുപ്പമാർഗമാണ് ആ ഡിനോമിനേറ്ററിലെ എക്സിന്റെ വാല്യൂസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. നിങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ സ്കൂളിൽ പോയ ആളുകളാണ്. ഇപ്പോ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആളാണെങ്കിൽ ഞാൻ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഭയങ്കരമായ ഇന്റർനാഷണൽ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അവരെന്നോട് പറഞ്ഞിരിക്കുന്നത് ടൈ ഒക്കെ കെട്ടി നല്ല കോട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വരാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാണ്? അവർ പറയുന്നത് ഒന്നും അനുസരിക്കാതെ ഒരു വെള്ള മുണ്ടും ഒക്കെ എടുത്ത് ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. ഒരു ടീഷർട്ടും വെള്ള മുണ്ടും ഒക്കെ എടുത്ത് ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. അവര് ആദ്യത്തെ ദിവസം ക്ഷമിച്ചു, രണ്ടാമത്തെ ദിവസം ക്ഷമിച്ചു, മൂന്നാമത്തെ ദിവസം ക്ഷമിച്ചു, നാലാമത്തെ ദിവസം എന്നോട് ഞാനും എന്റെ കൂട്ടുകാരനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ക്ലാസ്സിലിരുന്ന് ഞങ്ങൾ ഭയങ്കരമായി വർത്തമാനം പറയും. ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ചായ കുടിക്കുന്നു എന്നൊക്കെ കരുതാം. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചേഴ്സിനും മറ്റുള്ള ആൾക്കാർക്കൊക്കെ തലവേദനയാവാണ് ഞങ്ങൾ. അപ്പൊ സ്വാഭാവികമായും സ്കൂൾ മാനേജ്മെന്റ് ഒരു തീരുമാനമെടുക്കും, അവരെ രണ്ടുപേരെയും നമുക്ക് വേണ്ട. അവർ രണ്ടുപേരും ക്ലാസ്സിലുണ്ടെങ്കിൽ മൊത്തം ക്ലാസ്സിന്റെ സന്തുലനാവസ്ഥയും സ്ട്രിക്റ്റും ഒക്കെ മാറിപ്പോകുന്നു. സ്കൂളിന്റെ ഡിസിപ്ലിൻ തന്നെ മാറിപ്പോകുന്നു. ആയതിനാൽ അവരെ രണ്ടുപേരെയും പറഞ്ഞു വിട്ടോളൂ എന്ന് പറയാം.
മാനേജ്മെന്റ് ചോദിക്കുകയാണ്, പാരന്റ്സിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, തുടർന്ന് പോകാൻ താല്പര്യമുണ്ടോ, ഞങ്ങളുടെ കണ്ടീഷൻസുമായിട്ട് ഒത്തുപോകാൻ താല്പര്യമുണ്ടോ? അപ്പൊ പറയാണ് ഇല്ല, ഒത്തുപോകാൻ താല്പര്യമില്ല, എന്നാൽ നിങ്ങൾക്ക് പോകാം. അത് പറഞ്ഞ പോലെയാണ് ഇവിടെ എക്സിന് 1 ഉം 4 ഉം. 1 കൊടുത്താൽ ഇവിടെ 0 അടിച്ചു വരും അല്ലെ? 1 കൊടുത്തു നോക്കിയാൽ 1 + 4 5, 5 - 1 0. 4 കൊടുത്താലും ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ 4 ² 60, 4 20 - 20. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് അവിടെ 0 വരുന്നത് കൊണ്ട്, ഡിനോമിനേറ്ററിൽ 0 വരുന്നതുകൊണ്ട് നിങ്ങൾ ഏത് റിയൽ നമ്പറിനെ എടുത്തോ, നിങ്ങൾ ഏത് കുട്ടികളെയും ക്ലാസ്സിലേക്ക് എടുത്തോ, പക്ഷെ അവന്മാരെ 2 പേരെയും ജന്മത്തെ നിങ്ങൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവരരുത്. R- എന്ന് പറഞ്ഞ പോലെ R-14, ഒന്നിനെയും 4നെയും R-14. കണ്ട, റിയൽ നമ്പറിന് ഈ ലോകത്തുള്ള ആൾക്കാരെ ആരെടുത്താലും ഒരു കുഴപ്പമില്ല. പക്ഷെ ആ 2 വ്യക്തികൾ 1 ഉം 4 ഉം കൊണ്ടുവന്നാൽ ഡിനോമിനേറ്റർ 0 ആകുന്നത് കൊണ്ട് അവന്മാരെ ഒരിക്കലും പ്രവേശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഡൊമൈൻ എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു റിയൽ നമ്പർ R-14. R-14. ക്ലിയർ? ക്ലിയർ ജിസ്മി? Sir. പവിത്ര ഓക്കെയാണ്. അശ്വന്ത് ക്ലിയർ അല്ലേ മോനെ? ആ സാറേ ക്ലിയർ. R-14. ഐഷ വെരി ഗുഡ്. മറ്റു കുട്ടികൾ ജസ്റ്റ് ഒന്ന് പേര് പറയട്ടെ. അഭിരാം, അഭിനവ് AM, അഭിനവ് AM മോനെ. അഭിനവ് TV, ആദിദേവ് TJ ആദിദേവ്. ക്ലിയർ ആണോ? യെസ്. ജോഷി, ആദിത്യൻ AS, ഐഷ ഓക്കെയാണ്, അൽ അഫീഫ് ഓക്കെയാണ്, അനഘ PS, ഏഞ്ചൽ സ്റ്റീഫൻ യെസ് സർ ഓക്കെയാണ്, KK, അരുണിമ KS, ആതിര ഷിബു, ആതിര മോളെ, അവന്തിക അവന്തിക സുമോദ്. അവന്തിക അതിനിടയിൽ ചായ കുടിക്കാൻ പോയോ? ഇല്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഐഷ ഓക്കെ ആണെന്ന് പറഞ്ഞു. അഭയ് കൃഷ്ണ, ഭദ്ര PB, ഭദ്ര മോളെ, ഭദ്ര, ചിന്മയി, ദേവിക വിനോജ്, ഇദാൽ പ്രദീപ്. മോളെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇദാൽ പ്രദീപ് എന്നല്ലേ? ഇദാൽ എന്നല്ലേ? ഏതാ? എന്റെ പൊന്നെ, സാറില്ലാട്ടോ, അപ്പൊ സോറി. ഓക്കെ, എനിക്ക് ഡൗട്ട് വന്നു, ഞാൻ ഈ സ്പീഡിൽ പറയണം, അത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. ഹസ്ന അൻവർ, ജീവൻ, ജിസ്മി, ജസ്ന, കൃഷ്ണ പ്രദീപ്, ലക്ഷ്മി, മരിയ, നവീൻ, ബിജു, നയന, നിഷ, പാർത്ഥി, പവിത്ര, പൗർണമി, പ്രദീപ്. പൗർണമി ക്ലിയർ അല്ലേ മോളെ? അതെ. റിമിത മോളെ ഓക്കെ അല്ലേ? റിമിത, റിസാന, റിയാസ്, സഹല മോളെ, സഹല, സന ES, സന, ശിവപാർവതി ഓക്കെ ആണല്ലോ? വസുദേവ് VM, വിവേക് VS, വൃന്ദ, ഇതൾ പ്രദീപ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എവിടെയാണ് വീട്? കണ്ടശാങ്കടവ്. ഓക്കെ. സ്റ്റേറ്റ് ഓർ CBSE? സ്റ്റേറ്റ്. ഓക്കെ, പിടിച്ചോ. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് റെഡിയാണ്. ഹോംവർക്ക് പിടിച്ചോ. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f of x equal to, വീട്ടിലിരുന്ന് പതുക്കെ ചെയ്തോളൂ. ഫൈൻഡ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ f of x equal to, another important question. Find the domain of the function f of x equal to x square plus 2x plus 1 divided by x square minus 8x plus 12 എന്നുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. f of x equal to x square plus 2x plus 1 divided by x square minus 8x plus 12 is the question. Find the domain of the function f of x equal to x square plus 2x plus 1 divided by x square minus 8x plus 12. കണ്ണടച്ച് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ സാധ്യമാകും. അപ്പോ അടുത്ത ദിവസം നമുക്ക് കാണാം. തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക, എഴുതി പഠിക്കുക. ഓക്കെ, ഉഷാറായിട്ടിരിക്കുക എല്ലാവരും.
പഠിച്ചതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചെടുക്കാം. നമുക്കൊരു എക്സാം നമുക്കൊന്ന് റെഡിയാക്കാനുണ്ട്. നമുക്ക് കെമിസ്ട്രിയുടെ എക്സാം നിങ്ങൾക്ക് എടുത്തിട്ടില്ല, മാത്തമാറ്റിക്സിന്റെ പരീക്ഷ കഴിഞ്ഞു, നിങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും അതിന്റെ പേപ്പർ കിട്ടിയതാണ്. ഫിസിക്സിന്റെ പരീക്ഷ കഴിഞ്ഞ് പേപ്പർ തന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഫിസിക്സിന്റെ പേപ്പർ 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ മൊബൈലുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഫ്രൈഡേ കെമിസ്ട്രിയുടെ ഒരു എക്സാം എടുത്താലോ? ഫ്രൈഡേ അതിൽ ഏത് ചാപ്റ്ററാണ് സാർ കഴിഞ്ഞിരിക്കുന്നത് മക്കളെ? ഫ്രൈഡേ എടുക്കാനായിട്ട് ഒരു ചാപ്റ്റർ ഏതാ കഴിഞ്ഞിരിക്കുന്നത്? പറയൂ മക്കളെ. അയ്യോ പറയൂ. സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പൊ ഉറപ്പിച്ചോളൂ. അത് കഴിഞ്ഞോ? അശ്വന്ത് കഴിഞ്ഞോ മോനെ? അത് കഴിഞ്ഞു. അപ്പൊ ഫ്രൈഡേ എക്സാം സ്ട്രക്ചർ ഓഫ് ആറ്റം രാവിലെ അല്ല കേട്ടോ, വൈകുന്നേരം. അപ്പൊ പഠിച്ചു തുടങ്ങിക്കോളൂ. ഇന്ന് ട്യൂസ്ഡേ ആയിട്ടുള്ളൂ. ട്യൂസ്ഡേ ഉണ്ട്, വെനസ്ഡേ ഉണ്ട്, തേഴ്സ്ഡേ ഉണ്ട്, ഫ്രൈഡേ ഉണ്ട്. ഇത്രയും ദിവസം കയ്യിലുണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റം എക്സാം ഫ്രൈഡേ സ്കൂളിൽ എക്സാം ഉണ്ട്. ഫ്രൈഡേ ആരാണ് ആള്? ഭദ്ര. അത് കുഞ്ഞു പരീക്ഷയല്ലേ ഭദ്ര? സ്ട്രക്ചർ ഓഫ് ആറ്റം ഇത്രയും ദിവസം ഉണ്ടല്ലോ. സെയിം ടൈം 7 മണിക്ക് എക്സാം. 7 മണിക്ക് സ്കൂളിൽ എക്സാം ആണ്. ഭദ്രയ്ക്ക് അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഭദ്രനെ വിളിക്കാം, ഞാൻ വിളിക്കാം, ഫോൺ ചെയ്യാം. മറ്റു കുട്ടികൾക്ക് എക്സാം എഴുതാം. ഭദ്രയ്ക്ക് മാത്രമാണ് എക്സാം സ്കൂളിലുള്ളത്. ഭദ്രനെ പേഴ്സണലായിട്ട് വിളിക്കാം. അപ്പൊ ഓക്കെ. അപ്പൊ 7 മണിക്ക് നമുക്ക് വൈകുന്നേരം ഫിക്സ് ചെയ്യാം. ഓക്കെ. അപ്പൊ സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യണം പരീക്ഷയ്ക്ക്. ഓക്കെ 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 സർ. Thank you. Thank you, sir. താങ്ക് യു സർ. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.